മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിന് ഒരുക്കമുള്ള ദിവസങ്ങളിൽ ഈ പ്രഭാത വിരുന്നിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ നോമ്പ് കാലമാണ്, ഉപവാസക്കാലമാണ്. 25 ദിവസം കർത്താവിൻ്റെ ജനനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. സന്തോഷത്തിൻ്റെയും ആത്മനിവൃത്തിയുടെയും ഒരു സ്നേഹത്തിൻ്റെയൊക്കെ ദിവസങ്ങളാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നൊരു ദിവസം കൂടി കർത്താവ് നൽകിയതിനോർത്ത് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ വിചാരങ്ങളെയും കർത്താവിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 32-ാം അധ്യായം 14-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നത് പ്രഭാതത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവന് ദൈവകൃപ ലഭിക്കുന്നുള്ളതാണ്. നമ്മളെല്ലാവരും പ്രഭാതത്തിൽ ഉണർന്നിരുന്ന് ഈ ടിവിയുടെ മുമ്പിൽ, ഗുഡ്നസ് ടിവിയുടെ മുമ്പിൽ നമ്മളെല്ലാവരും ആയിരിക്കുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. നമുക്ക് ഈ ദിവസത്തെ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ക്രിസ്മസിന് വേണ്ടിയുള്ള ഈ ഒരുക്കങ്ങളിൽ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിൽ കരുതാം. ഈ ഒരു ദിവസം എൻ്റെ ഹൃദയത്തിൻ്റെ പുൽക്കൂട്ടിൽ ഈശോ ജനിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ 25 ദിവസം ഓരോ നിയോഗങ്ങളൊക്കെ വെച്ച് നമ്മുടെ പള്ളികളിലും നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഒരുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ നിയോഗവും ഓരോ സുഹൃത ജപങ്ങളും ഓരോ സുഹൃതങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്കും ഓരോ ദിവസം ഈ ഒരു ദിവസത്തെയൊക്കെ ഓരോ നിയോഗം വെച്ച് തുടങ്ങാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസങ്ങളിലൊക്കെ. കാരണം പരിശുദ്ധ അമ്മയാണ് കർത്താവിനെ ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്തത്. പരിശുദ്ധ അമ്മയാണ് ക്രിസ്തുവിനെ നമുക്ക് നൽകിയത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെയും, നമ്മുടെ ജോലികൾ, പഠനങ്ങൾ, പരീക്ഷകൾ, നമ്മുടെ അധ്വാനങ്ങൾ, യാത്രകൾ, കണ്ടുമുട്ടലുകൾ, നമ്മുടെ നിരാശകൾ, സ്വപ്നങ്ങൾ, പ്രത്യാശ, ഇന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവകൃപകൾ, ഇന്ന് നമുക്ക് ലഭിക്കുന്ന തിക്താനുഭവങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് കർത്താവിന് കൊടുക്കാം. അപ്പോൾ പൂർണ്ണമായിട്ടും വിമല ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോ പരിശുദ്ധ അമ്മയിലൂടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നു. ഇപ്പോൾ ഈ ഒരു ദിവസം കൂടി പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകി നിൻ്റെ വിമല ഹൃദയത്തിൽ ചേർത്ത് ഞങ്ങളെ സഹായിക്കണമേ എന്ന്, സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. മാത്രമല്ല, ഈ ഒരു ദിവസം എന്ന് പറയുന്ന ഗിഫ്റ്റും കൂടിയാണ്. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഇന്നത്തെ ഒരു ദിവസം. കാരണം ഇന്നലെ കിടന്നവരെല്ലാവരും ഇന്ന് ഉണർന്നിട്ടില്ല. ചിലവരൊക്കെ സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും കർത്താവ് ഒരു ദിവസം കൂടി തന്നതാണ്. ഈ ദിവസം കർത്താവ് പാപരഹിതമായിട്ട് ജീവിക്കാൻ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, മറ്റുള്ളവർക്ക് ദൈവസ്നേഹത്തെ കുറേയും കൂടിയും പകർന്നു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ ദിവസം ഈ പ്രഭാത വിരുന്നിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ ധാരാളമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും, നമ്മുടെ ജോലി സ്ഥലങ്ങളിലെ ഓരോ അംഗങ്ങളെയും, നമ്മുടെ സ്കൂളിലെ, കോളേജിലെ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഇന്ന് എവിടേക്കോ നമ്മളായിരിക്കുന്നു അവിടെയുള്ള എല്ലാ മനുഷ്യരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ വചനചിന്തയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഹെറോദോസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോൻ്റെ പുത്രന്മാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും
കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രമം അനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്രിയായ്ക്ക് കുറിവീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീനോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ സക്രിയായ്ക്കും എലിസബത്തിനും യോഹന്നാൻ എന്നൊരു കുഞ്ഞിനെ കർത്താവ് നൽകുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രത്യേകിച്ച് നമ്മൾ എത്രയോ വട്ടം ധ്യാനിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് ഈ വചനഭാഗത്തെക്കുറിച്ച്. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നിയോഗമായിട്ട് എടുക്കുന്നത് നിരാശയിൽ അകപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇന്ന് കുറേ നിരാശകളിലൂടെ ചിലപ്പോൾ ജോലിയുടെ ഫ്രസ്ട്രേഷൻസ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ചില ഭാരങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഒറ്റപ്പെടലുകൾ, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ചില നിമിഷങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ നമുക്ക് ആരുമില്ല എന്ന തോന്നലിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ നിരാശയിൽ അകപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചനഭാഗം എലിസബത്ത്, സക്കറിയ, ഈ രണ്ട് ദമ്പതികൾ, ഈ ദമ്പതികളെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. കാരണം കർത്താവിൻ്റെ മുമ്പിൽ അവർ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിൻ്റെ അടുത്ത് നിന്നും പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നാണ് ഇവരുടെ ക്വാളിറ്റി, ഇവരുടെ ഗുണത്തെക്കുറിച്ച് സുവിശേഷം നമ്മളോട് പറയുക. ഇപ്പോൾ കർത്താവിന് മുമ്പിൽ എന്നും പ്രാർത്ഥിക്കുന്നവർ, കർത്താവിന് മുമ്പിൽ അപേക്ഷ വയ്ക്കുന്നവർ, കർത്താവിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെയായിരുന്നു എലിസബത്തും സക്രിയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പൂർണ്ണമായും കർത്താവിൽ ആശ്രയിക്കുന്നവരായിരുന്നു സക്രിയയും എലിസബത്തും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എപ്പോഴും കർത്താവിനോട് ഒരു ആഗ്രഹവുമായി കർത്താവിൻ്റെ മുമ്പിലേക്ക് വരുന്നവരാണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പക്ഷേ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ആ സമയത്ത് നിരാശയിലേക്ക് പോകും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സക്രിയയും എലിസബത്തും എത്രയോ വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഒരു കുഞ്ഞിന് വേണ്ടി അവർ ദാഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയൊക്കെ ഉപവാസങ്ങൾ, നോമ്പുകളൊക്കെ എടുത്തിട്ടുണ്ടാകും. അത് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം അങ്ങനെയാണല്ലോ. പക്ഷേ പ്രായം കഴിഞ്ഞിട്ടും, വന്ധ്യയായിട്ടും പ്രായം കഴിഞ്ഞിട്ടൊക്കെ മക്കളില്ലാതായൊരവസ്ഥ. അപ്പോൾ എത്രയോ വർഷങ്ങളായി. അപ്പോൾ അത്രയോ വർഷങ്ങൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരുപക്ഷെ ഒരു ഘട്ടത്തിലൊക്കെ അവർക്കൊരു നിരാശയിലൊക്കെ വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. എത്രയോ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ കർത്താവിന് മുമ്പിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന, കർത്താവിൻ്റെ ദൈവസന്നിധിയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സക്കറിയ എന്ന് പറയുന്ന പുരോഹിതൻ. അപ്പോൾ എന്നിട്ട് പോലും എനിക്കൊരു മക്കളെ തരാനായിട്ട് കർത്താവിന് സാധിച്ചില്ലല്ലോ എന്ന നിരാശയിലൂടെയൊക്കെ ചില സമയത്തൊക്കെ അവർ കടന്നു പോയിട്ടുണ്ടാവില്ലേ. മാത്രമല്ല ചുറ്റുമുള്ളവരുടെ കളിയാക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, മക്കളില്ലാത്തവരാണെന്നുള്ളത്, അല്ലെങ്കിൽ നീയൊക്കെ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ദൈവം തന്നില്ലല്ലോ. നമ്മളോടൊക്കെ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്. നീയൊക്കെ ഈശോയുടെ അടുത്ത് ഇത്ര കൂട്ടായിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ട് നിൻ്റെ ഈ ആഗ്രഹത്തെ മാത്രം എൻ്റെ കർത്താവ് കാണാത്തെ, അല്ലെങ്കിൽ നിനക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ ഇത്ര സൗഭാഗ്യം കിട്ടി, നീ എന്നും പള്ളിയിൽ പോകുന്നവനാണ്, നീ എന്നും ജപമാല ചൊല്ലുന്നവനാണ്, നീ അല്ലെങ്കിൽ എല്ലാ ദിവസവും പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരാണ്, മറ്റുള്ളവരെ ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരാണ്, അതിൽ ദൈവസ്നേഹത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാണ്, ഇത്രയും നന്മയായിട്ട് ജീവിച്ചിട്ട് പോലും നിനക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും ലഭിക്കാത്തത്? അപ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തത് എന്നൊരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ സക്രിയയ്ക്ക് എലിസബത്തിന് വന്നിട്ടുണ്ടാവും. അപ്പം പലപ്പോഴും ചില സമയത്തൊക്കെ അവർ നിരാശയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ അങ്ങനെയാണല്ലോ. ജോബ് കുറച്ച് കഴിയുമ്പോൾ ഒരു നിരാശയിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കർത്താവ് അവനെ തിരികെ കൊണ്ടുവരും. അപ്പോൾ ഈ കർത്താവ് അവരെ ജീവിതത്തിൽ ഇടപെടുന്ന സമയത്തെക്കുറിച്ചാണ്
ഇന്ന് നമ്മൾ ധ്യാനിച്ചത്. കർത്താവ് ഒരു വളരെ സന്തോഷകരമായൊരു നിമിഷം സക്രിയയുടെയും എലിസബത്തിൻ്റെ ജീവിതത്തിൽ സമ്മാനിക്കുന്ന നിമിഷം. അപ്പോൾ നിരാശയിലാകപ്പെട്ടവർക്ക് കർത്താവ് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്നറിയോ? നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എത്ര കാലം എടുത്തോട്ടെ, പക്ഷേ നിൻ്റെ സമയത്തിനല്ല, എൻ്റെ ഏത് സമയമാണോ ആ സമയത്ത് ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. അത് സുഭാഷിത പുസ്തകം 16 അധ്യായം 1 വാക്യത്തിൽ ഓർമ്മിക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ പല കാര്യങ്ങളും വിഭാവനം ചെയ്യുന്നു, പക്ഷേ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ്. അപ്പോൾ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവ്, നിൻ്റെ സമയം എപ്പോഴാണോ, നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഈ നിയോഗത്തെ നിറവേറ്റി തരാൻ പറ്റുന്ന സമയം എപ്പോഴാണോ അത് നീ കൃത്യസമയത്ത് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ആ നിരാശയുടെ കയത്തിൽ നിന്ന് കയറി വരാനൊക്കെ നമുക്ക് സാധിക്കും. കാരണം കർത്താവ് കാണുന്നുണ്ടല്ലോ എന്ന ബോധ്യത്തിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എലിസബത്ത് സക്രിയയും കർത്താവിൻ്റെ മുമ്പിൽ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് അവരുടെ മുമ്പിൽ ഗബ്രിയേൽ ദൂതനെ അയക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യം എന്ന് പറയുന്നത് ഒരു അടയാളമായിട്ടാണ്. ആർക്കുള്ള അടയാളമാണ്? പരിശുദ്ധ അമ്മയ്ക്കുള്ള അടയാളമാണ്. നിൻ്റെ ഇളയമ്മ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയത്തോട് പറഞ്ഞ അതേ അടയാളമാണ് ഇന്ന് നമ്മൾ വായിച്ച് കേട്ടത്. അപ്പോൾ ചില സമയത്ത് കർത്താവ് നമ്മളെ ചില അടയാളങ്ങളാക്കി മാറ്റും. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നന്മയാകണമെന്നില്ല. അത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൃപകളുടെ വലിയൊരു കൂമ്പാരാകണമെന്നില്ല. ചില ദുഃഖങ്ങൾ അല്ലെങ്കിൽ ചില കഷ്ടപ്പാടുകൾ, ചില നിരാശയുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കുള്ളൊരു അടയാളമായിട്ട് പോലും കർത്താവ് നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഇപ്പോൾ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ പറയാതെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ കർത്താവ് ഇങ്ങനെ വെച്ച് തരും. അപ്പോൾ അങ്ങനെയുള്ളൊരു അടയാളമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. യോഹനാൻ എന്നൊരു കുഞ്ഞ് നിനക്ക് ജനിക്കാൻ പോവാണ്. സക്രിയ, എലിസബത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിവസം ഞാൻ നൽകാണ് എന്ന് ഗബ്രിയേൽ മാലാഖ പറയാണ്. അപ്പോൾ സക്രിയ അവനോട് പറയാണ്, ഗബ്രിയേൽ മാലാഖയോട് പറയാണ്, ഇതെങ്ങനെ സംഭവിക്കുക? എനിക്ക് പ്രായം കഴിഞ്ഞു, അവൾ വന്നിയാണ്, അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുക? അപ്പോഴാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്, ഇത് സംഭവിക്കും. നീ കർത്താവിൽ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ നീ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്? കാരണം നീ എത്രയോ കാലങ്ങളായിട്ട് ഇതേ നിയോഗത്തിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു കൃപ കർത്താവ് നൽകുമ്പോൾ അതെങ്ങനെ സാധിക്കാമെന്ന് നീ ചോദിക്കാൻ കാരണം എന്താ? നിൻ്റെ നിയോഗമായിരുന്നത്. പലപ്പോഴും നീ ധൂപാർപ്പണ സമയത്ത് കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച പ്രാർത്ഥനയിൽ ഒന്നായിരുന്നത്. എന്നിട്ട് ഇത് നിറവേറ്റി തരാമെന്ന് പറയുമ്പോൾ നീ എന്തുകൊണ്ടാണ് ഡൗട്ട് ചെയ്യണേ? എന്തുകൊണ്ടാണ് സംശയിക്കണേ? അതുകൊണ്ടാണ് നീ ഒന്ന് മൂകനായിട്ടിരിക്കുക. കുറച്ചാൾ സംസാരിക്കേണ്ട, അവൻ വരുന്നതോടുകൂടി സംസാരിക്കട്ടെ, അതും മറ്റുള്ളവർക്കുള്ളൊരു അടയാളമായിട്ടിരിക്കട്ടെ എന്ന് ഗബ്രിയേൽ മാലാഖ പറയുന്നത്. അപ്പോൾ ചില സമയത്ത് അങ്ങനെയാണല്ലോ നമ്മളൊക്കെ. നമ്മൾ ഈശോയുടെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിക്കും, ദേവാലയത്തിൽ പോകും, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയിലേക്ക് സമർപ്പിക്കും. കർത്താവ് നിറവേറ്റി തരാമെന്ന് പറയുന്ന സമയത്തായിരിക്കും അത് നടക്കുമോ, അത് നടക്കില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കുക. അതിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമുണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 22 വാക്യത്തിൽ ഓർമ്മിക്കുന്നത്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ചെറിയ ഒരു തമാശ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, വികാരിച്ചൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മഴ പെയ്യുമെന്ന് വികാരിച്ചൻ പറയുകയാണ്, നാളെ രാവിലെ ഇവിടെ മഴ പെയ്യും, എല്ലാവരും കൈവീശി വന്ന് നടക്കുമെന്നുള്ളത്. പക്ഷെ ഒരു കുഞ്ഞു ബാലൻ മാത്രം ഒരു കുടയുമായിട്ട് വന്നതെന്ന് പറയുന്നത്. അവൻ്റെ വിശ്വാസം, അവന് ഉറപ്പായിരുന്നു മഴ പെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തമാശ കഥയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കും നമ്മൾ വിശ്വസിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകും എന്ന് വിശ്വസിച്ച് കൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. നമുക്ക് പല പ്രാർത്ഥനകളും നമ്മൾ നിറവേറ്റപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ വിശ്വാസത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഇവിടെ സക്രിയയ്ക്ക് എലിസബത്തിനും പറ്റിയ ചെറിയൊരു അബദ്ധമാണത്. ഇവരെല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വന്ന് ഈ കാര്യം നിറവേറ്റി തരുമെന്നുള്ള ഒരു ധാരണ, വിശ്വാസം ചിലപ്പോഴൊക്കെ അവർ നഷ്ടപ്പെട്ടു. അതാണ് സക്രിയ ഈ ചോദ്യം അവന് മുമ്പിൽ ചെയ്തത്. കർത്താവിൻ്റെ ആ മറുപടി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെയാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എൻ്റെ കർത്താവ് അസാധ്യമായ കാര്യങ്ങളൊക്കെ നേടിത്തരുന്ന ഒരു മനുഷ്യനാണെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മ സ്തുതികീർത്തനങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിന് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നിരാശയിലാകപ്പെട്ടവർ, എന്തെങ്കിലും വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഇത് വചനഭാഗം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഈ വചന സന്ദേശം ശ്രവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തിനാണ്? കർത്താവ് നിങ്ങൾക്ക് കൃത്യസമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് വരും. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയം കർത്താവ് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. എത്ര സമയം കഴിഞ്ഞോട്ടെ,
അഗസ്റ്റിനോസൊക്കെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് മാനസാന്തരപ്പെട്ടല്ലേ. മോണിക്ക പുണ്യവതിയൊക്കെ എത്രയോ വട്ടം കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വിശുദ്ധനെ നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചു. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സമയമെടുക്കുന്ന കർത്താവാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിരാശയിലകപ്പെട്ടവർ, അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലുമൊക്കെ വേദനയിലൂടെ കടന്നു പോകുന്നവർ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ, ഇന്ന് കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് എന്താണോ സംഭവിക്കാൻ പോണേ എന്ന് ധരിച്ചിരിക്കുന്നവർ ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് ഈ വചന സന്ദർശനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, അല്ലെങ്കിൽ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഓഫീസിൽ പോകുന്നവർ, ഇന്നലെ ജോലിക്ക് പോകുന്നവർ, കോളേജിലൊക്കെ പോകുന്നവർ, എന്തെങ്കിലുമൊക്കെ ദുഃഖഭാരത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കർത്താവ് ഇന്ന് വചനത്തിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ കർത്താവ് ആശ്വസിപ്പിക്കും. നിങ്ങളുടെ കൃത്യമായിട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഭയമില്ലാതെ, നിരാശയില്ലാതെ, വേദനയില്ലാതെ, അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഇല്ലാതെ ധൈര്യമായിട്ട് പോ. ഇന്നത്തെ ദിവസം സമ്പൂർണ്ണമായിട്ടൊരു നന്മയാക്കി മാറ്റാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനത്തിലൂടെ നിങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ എന്ന് നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. ഈ വചനഭാഗത്തിലൂടെ ഇന്നത്തെ ദിവസം മുഴുവൻ വിചിന്തനം ചെയ്ത് നമുക്ക് കടന്നു പോകാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാം. സകല സ്വർഗവാസികളോടൊപ്പം, പ്രത്യേകിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവോടുകൂടെ നമുക്ക് പൂർണ്ണമായിട്ടും പ്രാർത്ഥിക്കാം. വിശുദ്ധർ, സകല വിശുദ്ധർ, നമുക്ക് ചുറ്റും സകല വിശുദ്ധരുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് പ്രത്യേകിച്ച് മധ്യസ്ഥയായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോടൊക്കെ ഒന്ന് സമർപ്പിച്ച് ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഓരോ നിമിഷവും, നമ്മുടെ ഓരോ ചലനം, ഓരോ സംസാരം, ചിന്തകൾ, കാഴ്ചകൾ, ഇതെല്ലാം വിശുദ്ധീകരിച്ച് തരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വിശുദ്ധിക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം വിശുദ്ധിയിലൂടെ ജീവിക്കാൻ കർത്താവ്, പ്രലോഭനങ്ങൾ ഒരുപാട് കടന്നു വരും, വിശുദ്ധിയിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക മധ്യസ്ഥരോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സ്വന്തമായിട്ട് കർത്താവ് കാവൽ മാലാഖമാരെ നൽകിയിട്ടുണ്ട്. ആ മാലാഖമാരോടും നമുക്ക് പ്രത്യേകിച്ച് മാധ്യസ്ഥം വഹിക്കാം. ഇന്നത്തെ നമ്മുടെ വഴികളെ കൃത്യമായിട്ട് നയിക്കാൻ മാലാഖമാരെ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നമ്മൾ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലോകരക്ഷകൻ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നിൽ ലോകരക്ഷകൻ പിറന്നു. ഉന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂവിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. ഉന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂവിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. ഒന്നു പിറന്നിതാ മേരി തൻ സുതനാ, ഗോശാലതൻ പുൽക്കൂടതിൽ. വാനിൽ താരാഗണങ്ങൾ നിറഞ്ഞു, മണ്ണിൻ പൈതലെ ഒരു നോക്കു
മണ്ണിൻ പൈതലെ ഒരു നോക്കു കാണാം. മഞ്ഞു പെയ്യുന്ന രാവൊന്നു ലോകരക്ഷകൻ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നു ലോകരക്ഷകൻ പിറന്നു. യഹൂദന്മാരുടെ രാജാവായി നീ പിറന്നു. സ്വർഗീയ സൈന്യത്തിൻ സംഘം വാനിൽ പാടി. യഹൂദന്മാരുടെ രാജാവായി നീ പിറന്നു. സ്വർഗീയ സൈന്യത്തിൻ സംഘം വാനിൽ പാടി. തപ്പോടെ കൈത്താളമേളമോടെ പാടാം ശ്രീയേശുവിൻ ജനനം. തപ്പോടെ കൈത്താളമേളമോടെ പാടാം ശ്രീയേശുവിൻ ജനനം. മഞ്ഞു പെയ്യുന്ന രാവൊന്നു ലോകരക്ഷകൻ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നു ലോകരക്ഷകൻ പിറന്നു. അതിരുകളില്ലാത്ത സ്നേഹം മർത്യർക്കു നൽകാൻ അളവില്ല ദാനങ്ങൾ നമ്മൾ കേകാൻ. അതിരുകളില്ലാത്ത സ്നേഹം മർത്യർക്കു നൽകാൻ അളവില്ല ദാനങ്ങൾ നമ്മൾ കേകാൻ. ആലംബഹീനർത്തൻ ദൈവമാ ഉണ്ണിമിശിഹ പിറന്നു. ആലംബഹീനർത്തൻ ദൈവമാ ഉണ്ണിമിശിഹ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നു ലോകരക്ഷകൻ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നു ലോകരക്ഷകൻ പിറന്നു. ഉന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂവിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. ഉന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂവിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. അങ്ങ് പിറന്നിതാ മേരി തൻ സുതനാ, ഗോശാലതൻ പുൽക്കൂടതിൽ. വാനിൽ താരാഗണങ്ങൾ നിറഞ്ഞു. മണ്ണിൻ പൈതലെ ഒരു നോക്കു കാണാം. വാനിൽ താരാഗണങ്ങൾ നിറഞ്ഞു. മണ്ണിൻ പൈതലെ ഒരു നോക്കു കാണാം. മഞ്ഞു പെയ്യുന്ന രാവൊന്നു ലോകരക്ഷകൻ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നു ലോകരക്ഷകൻ പിറന്നു. നമുക്ക് സഭയോട് ചേർന്നുള്ള ഒരു ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. സകല ഭൂവാസികളോടൊപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് മരിയം കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രേക്ഷിതരുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ സമയത്ത് ഗുഡ്നസ് TV പ്രേക്ഷകരായിട്ട് മുമ്പിൽ നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ ചുറ്റുപാടുള്ള സകല വൈദികർക്കും സകല സന്യസ്തർക്കും, പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിന്, കർദിനാൾമാർക്ക്, മെത്രാമാർക്ക്, മെത്രാപോലിത്തമാർക്ക്, എല്ലാ വൈദികർക്ക്, അൽമായ പ്രേക്ഷിതർക്ക്, സന്യസ്തർക്ക്, സമർപ്പിതർക്ക്, ഏകസ്ഥ ജീവിതം നയിക്കുന്നവർക്ക്, വിവിധ രീതിയിൽ ദൈവവചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടവർക്ക്, കർത്താവിൻ്റെ സ്നേഹം ലോകമെമ്പാടും കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക്, അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ കൂടാതെ നമ്മളോട് ഒരുപാട് പേര് പ്രാർത്ഥന സഹായമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ ഈ കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അത് നമുക്ക് അറിയുന്നവരൊക്കെ ഉണ്ടാവും. ഒരു മനുഷ്യനൊക്കെ ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം പ്രത്യേകമായിട്ട് നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, നമ്മൾ വചനത്തിലൂടെ കേട്ട പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന സമയത്ത് കർത്താവിൻ്റെ സമയം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക്കപ്പെടുവാൻ അല്ലെങ്കിൽ നിറവേറ്റപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവം നമ്മളിത് ഒരുപാട് സഹായിക്കട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രണത്തിലാക്കട്ടെ എന്ന് നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ശുഭദിനം സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരാൻ പോകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.